സ്നേഹിക്കാൻ ഒരുവൻ ഉലകത്തിലുണ്ടെങ്കിൽ ക്രിസ്തു മാത്രം. പക്ഷെ ഒരു കാര്യം പറയാം, നിന്റെ കൂടെ ആരാധിക്കുന്നവർക്ക് നിന്റെ ചങ്കൊന്നും കൊടുക്കരുത്. നിന്റെ കൂടെ ഇരുന്ന് ആരാധിക്കുന്ന പുള്ളികളെ കണ്ടിട്ട്, നിന്റെ കൂടെ അടുത്തിരുന്ന് തുള്ളി ചാടുന്ന പുള്ളികളെ കണ്ടിട്ടൊന്നും നീ കർത്താവിന് സമർപ്പിക്കരുത്. അങ്ങനെ സമർപ്പിച്ചാൽ സ്വത്രം പിന്നെ നിന്റെ സന്തോഷമുള്ള സന്തോഷത്തോടെ പോകും. പിന്നെ ചോദ്യം എന്തിനാ ആരാധിക്കുന്നത്? ഈ ആരാധിക്കുന്ന പുള്ളികളൊക്കെ ഇങ്ങനെയല്ലേ? അതുകൊണ്ട് നീ നോക്കേണ്ടത് അവരെയല്ല, നീ നോക്കേണ്ടത് നിനക്ക് വേണ്ടി ചങ്കിൽ ചോര ദൈവം. ആ കാൽവടി കുലക്കലത്തിൽ നിനക്ക് വേണ്ടി കഴിയുമെങ്കിൽ ഈ പാനപാത്രം നീക്കണമേ. എലി എലി ലംബാശായ ഉറക്കെ നിലവിളിച്ച് വേദനയോടെ അവൻ പ്രാണന് വിട്ടുപോയ കർത്താവ് അതാർക്ക് വേണ്ടി? നിനക്ക് വേണ്ടി. യേശു ചങ്ക് പൊട്ടി മരിക്കുമ്പോൾ, യേശു കൽവറിയിൽ നമുക്ക് വേണ്ടി യാതന അനുഭവിക്കുമ്പോൾ, യേശുവിന്റെ പ്രാർത്ഥന, എല്ലാ പ്രാർത്ഥനയും പിതാവ് കേട്ടു. പിതാവ് കേൾക്കാത്ത ഒറ്റൊരു പ്രാർത്ഥനയുള്ളൂ, കഴിയുമെങ്കിൽ ഈ ദുഃഖത്തിന്റെ പാനപാത്രം, ഈ വേദനയുടെ പാനപാത്രം കർത്താവ് എടുക്കണമേ എന്ന് പറഞ്ഞപ്പോൾ അന്നേരം മാത്രമേ പിതാവ് തന്റെ മുഖം മറച്ചു കളഞ്ഞു. പിതാവ് മുഖം മറച്ചു. ഹലോ, പിതാവ് എന്നോട് പ്രാർത്ഥിച്ചപ്പോൾ, പുത്രനായി ക്രിസ്തു പ്രാർത്ഥിച്ചപ്പോൾ, ഉലകത്തിൽ തന്റെ ജീവിതത്തിൽ ഒരു പ്രാവശ്യം പിതാവ് മുഖം മറച്ചു കളഞ്ഞു. എന്താ പിതാവ് പ്രാർത്ഥന കേൾക്കാറുള്ളത്? യേശു പാപം ചെയ്തിട്ടാണോ? പാപിയുടെ പ്രാർത്ഥനയും കേൾക്കുന്നില്ല, പാപിയുടെ പ്രാർത്ഥനയും കേൾക്കുന്നില്ല, ശ്രദ്ധിക്കുന്നില്ല. അകത്യം പാപങ്ങളുടെ പ്രാർത്ഥന ദൈവം നിരസിക്കുന്നു. യേശു അകത്യം ചെയ്തിട്ടാണോ പിതാവ് മുഖം മറച്ചു കളഞ്ഞത്? യേശു പാപം ചെയ്തിട്ടാണോ പിതാവ് മുഖം മറച്ചു കളഞ്ഞത്? അപ്പൊ കഴിയുമെങ്കിൽ ഈ പാനപാത്ര, ഈ വേദന എങ്കിൽ നീക്കണമേ എന്ന് പ്രാർത്ഥിച്ചപ്പോൾ ആ പ്രാർത്ഥന നിരസിച്ചത് യേശു പാപിയായിട്ടാണോ? ഇല്ല. ആ പിതാവിന്റെ മുഖം മറച്ചപ്പോൾ ആ വേദനയുടെ നടുവിൽ കർത്താവിന്റെ മുമ്പിൽ പ്രത്യക്ഷപ്പെട്ട മുഖമാണ് ഇവിടെ ഇരിക്കുന്ന മുഖങ്ങൾ. ആ ചില നിമിഷങ്ങൾ കൊണ്ട് പിതാവിന്റെ മുഖം മറച്ചപ്പോൾ തന്റെ യാതനയിലൂടെ, തന്റെ വേദനയിലൂടെ, തന്റെ യാഗത്തിലൂടെ അത് രക്ഷപ്പെടാൻ പോകുന്ന, സന്തോഷം അനുഭവിക്കാൻ പോകുന്ന, വിടുതൽ അനുഭവിക്കാൻ പോകുന്ന, രക്ഷിക്കപ്പെടാൻ പോകുന്ന നിങ്ങളുടെയും എന്റെയും മുഖങ്ങൾ ആ ക്രിസ്തുവിന്റെ മുമ്പിലൂടെ വെളിപ്പെട്ടു. സ്വതന്ത്രം പോലെ അതിനെ ഗൗരവം മനസ്സിലാക്കുന്ന എത്ര ഇതിനകത്തുണ്ട്. പിതാവ് മുഖം മറച്ചപ്പോൾ, പിതാവ് മുഖം മറച്ചപ്പോൾ ക്രിസ്തുവിന് കണ്ട മുഖം നിന്റെ മുഖമാണ്, എന്റെ മുഖമാണ്. അത് കേൾക്കുമ്പോ സന്തോഷമുള്ളവർ മാത്രം ആരാധിച്ചോ. ഇത് കേട്ടിട്ട് ഒരു ജീവനില്ലാത്ത പോലെ ഇരിക്കാതെ യേശു കാൽവരിയിൽ പ്രാർത്ഥിക്കുമ്പോൾ കഴിയുമെങ്കിൽ പാനപാത്രം എടുക്കണമേ, കഴിയുമെങ്കിൽ വേദന മാറ്റിത്തരണമേ, കഴിയുമെങ്കിൽ വേദന മാറ്റിത്തരണമേ എന്ന് പ്രാർത്ഥിച്ചപ്പോൾ പിതാവ് മുഖം മറച്ചപ്പോൾ കണ്ട മുഖമാണ് ഈ ആലയത്തിൽ ഇരിക്കുന്ന നിന്റെ എന്റെ മുഖം കർത്താവ് കണ്ടു. അത് തിരിച്ചറിയുന്നവർ, അത് ഗൗരവത്തോടെ എടുക്കുന്നവർ ഇത് പകൽക്കാലം ദൈവത്തിന് സ്തുതി കൽപ്പിക്കുക. അത് കാണുമ്പോൾ പറയും, യേശു എനിക്ക് വേണ്ടി ചങ്കിൽ തന്ന ആ ജീവന്റെ സാന്നിധ്യം അറിയുമ്പോൾ എന്റെ മുഖം ദൈവം കണ്ടു. എന്നെ അവൻ തിരഞ്ഞെടുത്തു. എന്നെ അമ്മയുടെ ഉദരത്തിലായിരിക്കുന്നതിന് മുമ്പ്, ഈ ഭൂമിക്ക് അടിസ്ഥാനപ്പെടുന്നതിന് മുമ്പ് ആരെല്ലാം ഈ ഭൂമിയിൽ ഉണ്ടാകും, ജനിക്കുമെന്നെല്ലാം കണ്ട ഒരു സർവശക്തനുണ്ട്. കോടിക്കണക്കിന് വ്യക്തികളുടെ മുഖം വെളിപ്പെട്ടപ്പോൾ അതിന്റെ നടുവിൽ നിന്റെ മുഖവും ദൈവം കണ്ടു. നിന്റെ മുഖം ദൈവം കണ്ടു.
എന്റെ മുഖം ദൈവം കണ്ടു. പ്രൈസ് ദി ലോർഡ്. ആ മുഖം കണ്ടപ്പോഴേ, ഇവിടെ ഇരിക്കുന്ന നമ്മുടെ മുഖം കാൽവരി ദൈവം കണ്ടപ്പോഴേ, പിതാവ് മുഖം മറച്ചപ്പോഴേ, അവിടെ കണ്ട മുഖം നിങ്ങളുടെ എൻ്റെ മുഖമാണ്. ഇത് കണ്ടപ്പോൾ കർത്താവ് പറയുന്നു, എൻ്റെ ഹിതമല്ലപ്പ, അങ്ങയുടെ ഇഷ്ടം നിറവേറട്ടെ, അങ്ങയുടെ ഇഷ്ടം നിറവേറട്ടെ, അങ്ങയുടെ ഇഷ്ടം സംഭവിക്കട്ടെ. അങ്ങനെ പിതാവിൻ്റെ ഇഷ്ടം നമ്മെ രക്ഷിക്കുക എന്നുള്ളത്, നമ്മെ പാപത്തിൽ നിന്നും നിത്യനാശത്തിൽ നിന്നും നിത്യ നരകത്തിൽ നിന്നും നിത്യ സ്വർഗത്തിലേക്ക് എത്തിക്കാനുള്ള ആ സ്വർഗത്തിന്റെ പിതാവിന്റെ പദ്ധതി ക്രിസ്തുവിന്റെ പൂർത്തിയായി. ആ ക്രിസ്തു പറയുന്നു, ഞാൻ നിങ്ങൾക്ക് വെളിച്ചമാണ്, ഞാൻ നിങ്ങൾക്ക് വഴിയാണ്, ഞാൻ ജീവന്റെ അപ്പമാണ്, ഞാൻ നിനക്ക് നിത്യ ജീവനാണ്, ഞാൻ നിനക്ക് ഉയർപ്പിൽ ശക്തിയാണ്. ഈ കഥ പറയുന്നു, ലോകാവസാനത്തുള്ള എല്ലാ നാള് ഞാൻ നിന്നോട് കൂടെയുണ്ട്. അത് തിരിച്ചറിയുന്നവർക്ക് എങ്ങനെ പാടാതിരിക്കാൻ കഴിയും? യേശുവേ, എനിക്ക് വേണ്ടി നീ ജീവനെ നൽകി. ചില പുള്ളികളൊക്കെ നോക്കിയാൽ, ചെറുപ്പക്കാരെയൊക്കെ നോക്കിയാൽ വാത് പോലും തുറക്കുന്നില്ല. കാര്യം ആര് പന്തപ്പോസും കുടുംബത്തിൽ ജനിച്ചത് കൊണ്ട് മാത്രം പള്ളിയിൽ വരുന്നതേ ഉള്ളൂ. പന്തപ്പോസിന്റെ മക്കളായി ജനിച്ചത് കൊണ്ട് ദൈവത്തെ സ്തുതിക്കുന്നതേ ഉള്ളൂ. അല്ല, യേശു ചങ്കായിട്ടൊന്നും അല്ല, യേശു ഉയരായത് കൊണ്ടും അല്ല. ചിലർ ആരാധന കണ്ട ആ ഉയരായവരുടെ ആരാധന കണ്ടാൽ ഉയരോട് കെട്ടി ആരാധിക്കും. അവരുടെ ആരാധന കണ്ടാൽ അറിയാം, അവിടെ ആരാധന കേട്ടാൽ അറിയാം, സ്തോത്രം കേട്ടാൽ അറിയാം. പ്രൈസ് ദി ലോർഡ്. പ്രിയരേ, ഞാൻ പറയട്ടെ, യേശുവുമായിട്ട് ആ ഒരു സാമീപ്യം എനിക്കുണ്ടാകണം, ആ യേശുവുമായിട്ട് അടുപ്പം എനിക്കുണ്ടാകണം. സ്തോത്രം. അവരാണ് ലോകത്തിന്റെ മോഹങ്ങൾ എനിക്ക് വരുമ്പോൾ, എന്റെ മുമ്പിൽ ലോകത്തിന്റെ മോഹങ്ങൾ, ലോകത്തിന്റെ വഴികൾ വരുമ്പോൾ നോ പറയാൻ ഒരുവന് കഴിയുന്നുവെങ്കിൽ അവനാണ് ക്രിസ്തുവിനെ പറയും, അപ്പ നീ എന്റെ ചങ്കാണ്, നീ എന്റെ ഉയരാണ്, നീ എന്റെ അഴകാണ്, അങ്ങാണ് എന്റെ അമൃതം എന്ന് വ്യക്തിപരമായി പറയാൻ ഒരുവിന് കഴിഞ്ഞാൽ ആ വ്യക്തി ജയിച്ചു. സ്വന്തം മനസ്സിലായില്ല. എല്ലാറ്റിനേക്കാൾ എന്റെ അഴകും എന്റെ അമൃതം എന്റെ ചങ്ക എന്റെ ഉയിര് എന്റെ കർത്താവാണ്. അത് കഴിഞ്ഞിട്ടുള്ള മറ്റൊന്നിനെ സ്നേഹിക്കണ്ടെന്നോ മറ്റൊന്നും വേണ്ടെന്നോ എന്നല്ല ഞാൻ പറയുന്നത്. എന്തുണ്ടെങ്കിലും എന്റെ കർത്താവ് കഴിഞ്ഞിട്ട് മതി. അതുകൊണ്ട് ആദ്യം അവന്റെ രാജ്യവും നീതിയും അന്വേഷിപ്പീൻ, അതോടുകൂടി സകലതും തരത്തില്ല. സകലം തരാക്കുന്നവരുടെ മറ്റുള്ള എന്ത് ചെയ്യും? ആദ്യം അവരുടെ രാജ്യവും നീതിയും അന്വേഷിപ്പീൻ. നീ പറ, അപ്പൊ എന്ത്